നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ വണ്ടേഴ്സിന്റെ പുതിയ വീഡിയോകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ രാവിലെ പെണീറ്റോട്ടും ഇനിയിപ്പോൾ പല്ലൊക്കെ തേക്കണം, ഫ്രഷ് ആവണം, ബാത്റൂമിലൊക്കെ പോകണം. ഇപ്പോൾ പോവാണ്. പിന്നെ ശ്രുതി എണീച്ചിട്ടുള്ളൂ. ശ്രുതി ഇപ്പം എണീറ്റുള്ളൂ. അവിടെ കുറെ നേരം വിളിച്ചു നിർത്തി ഞാൻ എണീറ്റിട്ടുള്ളൂ. പിന്നെ ശ്രുതിയും പല്ലൊക്കെ വെച്ച് ഫ്രഷ് ആവാണ്ട് നമ്മൾ രാവിലത്തെ ഫ്രഷിങ് സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് വെച്ചു. ഇപ്പം എണീറ്റുള്ളൂ. നോക്കുമ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. തേങ്ങ പല്ലൊക്കെ വേണ്ടി പോയി ഗൈസ്. പല്ല് വെച്ച് ഫ്രഷ് ആവട്ടെ, പെട്ടെന്ന് ഫ്രഷ് ആവും. ഗൈസ്, എൻ്റെ പല്ലിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പല്ലിച്ച് വന്നു. ആദ്യം വാഷ്റൂമിലൊക്കെ പോയിന്ന് വൃത്തിയായിട്ട് വന്നിട്ട് പല്ലിക്കുള്ളൂ. വയറൊക്കെ കാലിയൊക്കെ തിന്നതൊക്കെ ഇറക്കിയിട്ട് വരട്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വെയിലാണെമ്പോഴേക്കും നട്ടുച്ചയ്ക്കുന്ന് നമ്മൾ എഴുന്നേറ്റുന്നിട്ട് അല്ല കേട്ടോ, മണി 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഈ ഒരു മരം പോയത് ഓടെ ഇവിടുത്തെ ഭയങ്കര വെയിൽ. അത് കറക്റ്റ് ഫേസിക്ക് തന്നെ അടിക്കും. പിന്നെ രാവിലത്തെ വെയിലുള്ളത് നല്ലതാണല്ലോ, അത് കാരണം കുഴപ്പമില്ല. നല്ല വെയിലാണ് കണ്ട. നിങ്ങൾക്ക് തന്നെ ശരിക്കും ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഫൈനലി ഗൈസ് ആദ്യം പല്ല് കഴിച്ചിരിക്കുന്നു. ആർജ നട്ട ചീരച്ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നോ പൊടിച്ചോണ്ട് വന്ന് അത് മൂടോടെ കൊണ്ടുവന്ന് നട്ടതാണ്. ആ ഓക്കെ. മാങ്ങ വീണു. പല്ല് കഴിപ്പ് കഴിഞ്ഞു, അപ്പം ഇടാൻ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുടിക്കുന്ന ചെമ്പട്ടീനെ വെള്ളം മാറ്റിയിട്ട് ഞങ്ങൾക്ക് ചേച്ചി ഇച്ചിരി നൂഡിൽസ് തന്നു. ഞങ്ങൾ അത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാൻ ഗൈസ്. ശ്രുതി കുടിക്കാൻ വേണ്ടി ഇന്നലെ വെച്ച് തിളപ്പിച്ച വെള്ളം ഫുള്ളും ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് കുപ്പി നിറച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് ആ കുപ്പി നിറച്ച് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുടിവെള്ളത്തിന് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണ്? പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കൊണ്ടുവരണം. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ പരിപാടിയൊക്കെയാണ് നമ്മൾ അടുത്ത പരിപാടികൾ. അതൊക്കെ കാണാൻ വേണ്ടി ശ്രുതി എനിക്ക് ചന്ദ്രൻ പെട്ടു വേണം ഗൈസ്. നേരത്തെ കാക്കുന്നത് വെള്ള ബനിയനാണ്, ചന്ദ്രൻ പെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും 3 ദിവസം പെരേണ്ട സാധനം നമുക്ക് വേറെ ഉള്ള സ്ഥലത്തൊക്കെ ആയിരുന്നില്ലല്ലോ. ഇപ്പോൾ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പം പെരട്ടാന്ന് വെച്ചാൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ചന്ദ്രൻ മൂപ്പം കഴിക്കുന്നു. പറഞ്ഞുകൂടാ, വെള്ള ബനിയനാണ്. ചന്ദ്രൻ ആയി കഴിഞ്ഞാൽ പോകാൻ പറഞ്ഞുകൂടാ. ശ്രുതി ചന്ദ്രൻ തേക്കുന്നത് ശ്രുതി ചന്ദ്രത്ത് വെള്ളം വെച്ച് കലക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ചന്ദ്രൻ തേക്കാനായിട്ട്. മുട്ടടിച്ചപ്പോൾ തേക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷേ എപ്പോഴാണ് തേക്കണത്? മുട്ടടിച്ച് കുറ്റുമുടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും നല്ല ശരീരം തലയ്ക്ക് നല്ല ചന്ദ്രൻ തേക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. തേങ്ങ രാവിലെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ചായയാണ് ഗൈസ്. ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി കഴിഞ്ഞു. തേങ്ങ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ ചായ വേണം. തേങ്ങ അങ്ങനെയാണ്, ചായ പ്രാന്തിയാണ്. ഒരു കലമൊക്കെ ചായ കുടിക്കും. ഇന്ന് ഒരു ഉരുളി ചായയാണ് കുടിക്കുന്നത് ശ്രുതി. എന്താണ് ശ്രുതി ഉരുളി ചായ കുറിച്ചാണ് പറയാനുള്ളത്? ഉരുളി ചായയാണ് ശ്രുതി കുടിക്കാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല, ചായക്ക് കൂടെ കഴിക്കാൻ ശ്രുതിക്ക് ബിസ്ക്കറ്റ് ഉണ്ട്. ലാസ്റ്റ് ചായ ഗ്ലാസ് കഴിക്കാൻ ശ്രുതിക്ക്. ശ്രുതിയാണ് കുടിക്കുന്നത്. എനിക്ക് ചായ വേണ്ട. ശ്രുതി ചായ പ്രാന്തിയാണ്. അവിടെ ഒരു കാലം ചായ കുടിക്കും ഗൈസ്. അതാണ് ശ്രുതിയുടെ പ്രത്യേകത. ഒരു കാലം ചായയൊക്കെ എങ്ങനെ കുടിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ അന്തം വിട്ട് പോകും. ആ രീതിയിലാണ് ചായ കുടിക്കുന്നത്. നൂഡിൽസ് വെള്ളം വെക്കണത് മസാല നൂഡിൽസ്
മസാല നൂഡിൽസ് നമുക്ക് വാങ്ങി തന്നത് ചേച്ചിയാണ്. ചേച്ചി നമുക്ക് വാങ്ങി തന്നെ. അങ്ങനെ ഫൈനലി ഗൈസ് ആദ്യമൊക്കെ ഞാൻ ചന്ദനമൊക്കെ പൂശി ഉരുളയിൽ തന്നെ നൂഡിൽസും ഉണ്ടാക്കി. ആവി പറക്കുന്ന നൂഡിൽസ് നിങ്ങൾ കാണുന്നുണ്ടോ? ആവി പറക്കുന്നത് കണ്ട? ആവി പറക്കുന്ന നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കഴിക്കും ആർജെ, കഴിക്കും. കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തുമ്മുന്നു. നിങ്ങളാരും പേടി മണി എൻ്റെ കൊച്ചോ. പേളിമേടെ കൊച്ചു മാത്രമേ കഴിക്കുമ്പോൾ തുമ്മാൻ പാടുള്ളൂ. ചൂട് തിരിഞ്ഞില്ല. വീഡിയോ കാണിക്കുമ്പോഴേ തിന്ന് ഊതി ഊതി തിന്നു. നമുക്കന്ന് വെള്ളമെടുക്കാൻ പോകുന്നത് വേസ്റ്റ് തേങ്ങ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. ഞാൻ കൂടെ പോവാണ്. നമുക്ക് പോയി നോക്കാം. ഞാൻ വീടിൻ്റെ വാല് ചാരിട്ടില്ല. വാല് ചാരട്ടെ. വല്ല ജന്തുക്കളും കയറി പണി പാടും. വാല് ചാരിട്ട് പോവാം. അപ്പോൾ വാല് ചാരി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് വെള്ളമെടുക്കാൻ വേണ്ടി സുതി പോയിട്ടുണ്ട്. വലിയ ഡ്രമ്മിൽ പിടിക്കാൻ വേണ്ടി ആൾ വേണം. ഒറ്റയ്ക്ക് പിടിച്ച് എത്തൂല. കുപ്പി എടുത്തില്ല. പിന്നെ അത് നമ്മൾ തിരിച്ച് വീണ്ടും പോകണം. ഞാൻ കുപ്പി എടുത്തില്ല വെള്ളം എടുക്കാൻ വേണ്ടി. ആളെടുത്താണ്. എടുത്തു കഴിഞ്ഞു. പിന്നെ ശ്രുതി താഴത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കും. പോയി നോക്കട്ടെ. അവിടെ തേങ്ങ കാണാമല്ലോ ഗൈസ്. അവൾ വെച്ചിട്ട് വേറെ പോയി പോയി നോക്കട്ടെ. പിന്നെ പല വലിയ കളറടിച്ചിരിപ്പുണ്ട്. ചന്ദനം നല്ല തണുപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ എങ്കിലും കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ താഴത്തെത്തി. ശ്രുതി കാണാതെ ശ്രുതി താഴത്ത് വെള്ളം വന്നിട്ട് പോയി കളഞ്ഞ് വെള്ളം വെച്ചിട്ട് ആദ്യം തന്നെ മോട്ടർ അടിക്കാൻ പോയാന്ന് തോന്നുന്നു. വരും തേങ്ങ വരും ശ്രുതി കൈയിലേക്ക് നടക്കണ്ട്. നിശ്ചയ കുപ്പിന് നടക്കണേ. വീഡിയോയിലൊക്കെ പറയാൻ പാടില്ല തേങ്ങ. നീ ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ഒരു സാഹചര്യം എന്നാണ് മനുഷ്യർ വിചാരിച്ചേക്കുന്നത് വീഡിയോ ആകുന്നത്. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വേറെ ലെവലിൽ പ്രതീക്ഷയുണ്ട്. നീ നല്ല സ്നേഹമുള്ള ആളെന്നൊക്കെയാണ്. അതൊന്നും ഇല്ലാതാക്കരുത്. വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഇത്രയും കാണുമില്ലാത്ത വലിയ ചെരുപ്പാണ്. ഈ ചെരുപ്പാണെങ്കിൽ നനഞ്ഞാൽ ഉറപ്പോട്ട് തെന്നി പോവും. അതായിട്ട് പിന്നെ പ്രശ്നം. തേങ്ങയുടെ കാലം നനഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് നോക്കാം. തേങ്ങയുടെ കാലായാലും എൻ്റെ കാലായാലും നനഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. എനിക്ക് ഉറപ്പിടാൻ ചാൻസ് ഉണ്ട്. നനയാതെ ഈ വെള്ളം കളയാതെ എത്തിച്ചാൽ കുഴപ്പമില്ല. നിലത്ത് വീണാൽ ഹാലിൽ വീണാൽ സീനാവും. നമ്മൾ നനഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ചെരുപ്പ് തെന്നി പോവും. അതാണ് ഈ ചെരുപ്പിൻ്റെ പ്രത്യേകത. ഒട്ടും കട്ടിലുള്ള ചെരുപ്പാണ്. ഭയങ്കര സ്ലിപ്പാവും. പക്ഷേ സ്ലിപ്പർ എന്ന പേര് തന്നെ ഉണ്ട്. സ്ലിപ്പാവുന്ന ചെരുപ്പാണ്. കറക്റ്റായിട്ട് സ്ലിപ്പാവുന്ന ചെരുപ്പ്. എന്താണ് തേങ്ങ സ്ലിപ്പറിനെ കുറിച്ച് പറയാനുള്ളത്? പോയി വർക്കിലാണ് കാര്യം വേണ്ടത്. വർക്കില്ല. അങ്ങനെ കുപ്പിയിലും ക്യാനിലും വെള്ളം നിറച്ചു ഗൈസ്. അല്ല ക്യാനിലല്ല, ഡ്രമ്മിലും കുപ്പിയിലും നിറച്ചു. ഇനിയിപ്പോൾ ബക്കറ്റിലും എടുക്കാണ്ട് സൂചി എടുത്തോളും. അടുപ്പത്ത് ചോറാവട്ടെ ആദ്യം. കറി നമ്മൾ ഇന്നത്തെ കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ചോറ് മാത്രം സെറ്റാക്കിയാൽ മതി. സംഭവം സെറ്റായി. അതാണ് മെഴുക്കായിട്ട് പിന്നെ ഉണ്ടാക്കുള്ളൂ. ഇപ്പം ഉണ്ടാക്കാൻ ശ്രുതിക്ക് വയ്യ. ഇപ്പോൾ ശ്രുതിക്ക് മടിയാണ്. റെസ്റ്റ് എടുക്കട്ടെ. പുറത്ത് നല്ല വെയിലുണ്ട് കേസ്. നമ്മൾ മറ്റേ പുറപ്പൊക്കെ എടുത്ത് പുറത്ത് വിരിച്ചിട്ട് വെയിലത്ത് ഇരിക്കട്ടെ. കാരണം എന്തെങ്കിലും പൂപ്പലടിക്കും. തണുപ്പാണെങ്കിൽ തണുപ്പ് മാത്രമായാൽ പൂപ്പലടിച്ച് പോകില്ല. അപ്പോൾ പുറപ്പ് മൂന്നും വെയിലത്തിട്ടുണ്ട്. അടുപ്പിലെന്താ ശ്രദ്ധിച്ചാണിത്? അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചോറായി കഴിഞ്ഞ് വെള്ളം വെച്ചിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് തേങ്ങ പോയി കിടന്ന് കേസ്. ശ്രുതി അങ്ങനെയാണ്. ഒറ്റടിക്ക് പോയി കിടന്ന് ഉറക്കം ഓട്ട ശ്രുതിക്ക് വേറെ കളിയില്ല. പോയി കിടക്കാൻ ഇനി റെസ്റ്റിലാണ് ശ്രുതി. എന്താണ്? അതെ റെസ്റ്റിലാതെ കിടക്കും. അതെ അപ്പൊ നീ റെസ്റ്റ് എടുത്തു. എന്ത് ചെയ്യാനാ? ചെറുപ്പം മുതലേ കട്ടിപ്പണി ചെയ്ത് ഇപ്പൊ നല്ല പ്രായം എത്തിയപ്പോ ചാവാറായി. അതെ കളറ് വെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ ഗൈസ് നമ്മളെ ഇവിടെ ഇപ്പോൾ ലോണിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പോയി. നമ്മളിവിടെ ഒളിവിൽ താമസിക്കാണല്ലോ. എന്നിട്ട് ഇവിടെ വരെ വന്നു അവസ്ഥ. ഈ മാസം പെട്ടെന്ന് തന്നെ 10,000 രൂപയെങ്കിലും അടയ്ക്കണം. ഇല്ലെങ്കിൽ എന്നൊക്കെ അവർ പറഞ്ഞു. പാട്ടുകാർ നമ്മളെ കഷ്ടകാലം പോടി നശിച്ചവളെ. വെള്ളം എടുത്ത് എറിഞ്ഞിട്ട് നേരെ വെള്ളം പുറപ്പിലാണ് നൈസ് എറിഞ്ഞത്. നാറി ഉണങ്ങിയ പുറപ്പായി നനച്ച്. ഇവർക്ക് എന്നാ കോപ്പം ചെയ്യും? നമ്മളിപ്പോൾ അങ്ങനെ ഇറങ്ങി ഒച്ചപ്പാടും ഉണ്ടാക്കാൻ
ആ ഇന്ന് നനയ്ക്കാനാ ഓളത്രം കാണിച്ചിട്ട് ബോധമില്ലാത്തത് ഇവിടെ നിന്ന് കുടിച്ചിട്ട് എച്ചെടുത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ നേരെ തുണിയിൽ ആ എച്ചിലുള്ള തന്നെയാണ് നീ കുടിച്ചിട്ട് ബാക്കി എച്ചിലുള്ള തന്നെയാണത് ആ എനിക്ക് റീൽ എടുക്കാം നീ ഒന്നും അടിക്കണ്ട തേങ്ങക്ക് കഥ ആ ചീപ്പെടുത്തിട്ട് നല്ല ചീട്ട് സ്ഥലം ചൊറിയാണ് ഇത് വീണ്ടും ദൈവം കിടന്നിട്ടുണ്ട് ബോധമില്ലാത്തത് എടി എണീക്കടി നല്ല പണിയൊക്കെ ചെയ്യുവാ തേങ്ങ തേങ്ങ വീണോണ്ട് നോക്കിക്കാണോ അത് കാറ്റെടുക്കും വീണു ബാ അപ്പുറത്ത് തെങ്ങിൽ 2 ഉണങ്ങിയിരിപ്പുണ്ട് ഇപ്പുറത്ത് 2 പച്ചക്കുണ്ട് ഉണങ്ങിയതേ വീണിട്ടില്ല പിന്നെ പച്ച വീണ് നോക്കിയിരിക്കുക ഓടി ബോധമില്ലാത്തത് പണ്ട് തുടുപ്പുണ്ടാക്കുന്നത് ഏത് മെറ്റീരിയലാണ്? ഓലമടൽ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2 എന്തോ പന, ഓപ്ഷൻ 3 ഇന്നലെ പറഞ്ഞെന്തോ സാധനം മറന്നുപോയി. ഒലട്ടി. നിങ്ങൾ പറയൂ, കമന്റ്സിൽ എനിക്ക് രേഖപ്പെടുത്തുക. അത് നമുക്ക് റീലിൽ ചോദിക്കാം. വാ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് സുഗന്ധമുള്ള കാറ്റ്. തേങ്ങ ഈ ഫോൺ വിളിക്കും. പപ്പായ പറിക്കാൻ വേണ്ടി പോകണമെങ്കിൽ തോരൻ വെക്കാൻ പപ്പായ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉള്ളിയും പച്ചമുളകും ഇല്ലാതെ ഇവിടെ അതില്ലാതെ എങ്ങനെ തോരൻ വെക്കും? അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പായ പറിച്ച് എന്നെ പറ്റിക്കാന്ന്. എന്റെ ഐഡിയ പോലെ ഉണ്ടാവും. ഞാൻ അവിടെ പോകുമ്പോ വേറെ വല്ലതും കണ്ടത് പറയും. അപ്പൊ എന്തായാലും പോയി നോക്കാം. താഴെ നമുക്ക് മുരിങ്ങയിലൊന്നും ഇപ്രാവശ്യം പറിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും പോയിട്ട് വരാം. ഈ കാണുന്ന റബ്ബറൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ഇന്ന് ആരോ കമന്റ്സ് ചോദിച്ചു റബ്ബറൊക്കെ ആരുടെയും. ഇതോ ആ താഴെ കാണുന്ന എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ വീടാണ്, ടീച്ചറിന്റെയാണ്. നമുക്ക് താഴെ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. പപ്പായ പറിക്കാവുന്ന പ്ലാൻ മാറ്റി ശ്രുതി ചീര പറിച്ചിട്ട് മുട്ടയും കൊണ്ടിട്ട് ചിക്കൻ വെച്ച് പ്ലാൻ ചെയ്ത് പപ്പായ താഴ്ത്തി നിൽക്കണം. അതിലെടുക്ക്. ഇല്ല എടുത്തോ. എടുത്തോ. തേങ്ങ ചീര പറിക്കാണ്. പപ്പായ ക്യാൻസൽ ചെയ്തു. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പൊടിയുന്നുണ്ട്. നമ്മൾ ഓടട്ടെ, കാരണം നമ്മളെ പുറത്ത് ഉണക്കാട്ടിരിക്കുകയാണ്. അത് ചീര ശ്രുതി താഴത്തുനിന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുകളിൽ നിന്ന് കുറച്ചിട്ട് താഴത്തുനിന്ന് കുറച്ച് പറിച്ചിട്ട് മുട്ട വെച്ച് ചിക്കി കഴിഞ്ഞാൽ തോരൻ പോലെ ആക്കി കിട്ടും. അപ്പോൾ നമുക്കിന്ന് കറിക്ക് മീൻ കറി ഉണ്ട്. ഇന്നലെ മീൻ കറി തീർന്നിട്ടില്ല. അപ്പോൾ ഇത് കുടിച്ചിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനം നമുക്ക് നാളെ പോയി വാങ്ങിച്ചാൽ മതി. ശാന്തയിൽ പോയിട്ട് അല്ലേ? വാ മുകളിലേക്ക് വാ. ഈ കർഷകർ വന്ന ശേഷം ശ്രുതി മലയൊക്കെ അറിയാറില്ല, കത്തി ഉപയോഗിക്കാറില്ല. ഫുൾ ടൈം അതിനകത്ത് എല്ലാം കൃഷി ചെയ്തെടുക്കും ഓൾറെഡി. ഇപ്പൊ ചീര അതിനകത്ത് കൃഷി ചെയ്തെടുക്കാനുള്ള പ്ലാൻ ചെയ്യണത്. ട്രൈ ചെയ്ത് നോക്കാനാ. മനസ്സിലായി. നീ എല്ലാം ട്രൈ ആണല്ലോ. ഞാൻ പ്രാഗിതല്ല, ഇലയാണ്. ഇലയ്ക്ക് ഒരു ഇതുണ്ട്, പ്രഷറിലുള്ള നില, ചോപ്പറുള്ള നില മലയൊക്കെ ചോപ്പായി കിട്ടൂല. അതിനൊക്കെ വെയിറ്റ് വേണം. ഇലയ്ക്ക് വെയിറ്റ് ഇല്ല. അത് അവിടെ സൈഡ് ഒട്ടി പിടിച്ചിരിക്കുന്നതല്ലേ, അതിന് കത്തിക്കാൻ അറിയണം അവസ്ഥ. കുഴപ്പമില്ല. അങ്ങനെ സുധിയുടെ ഉടായ്പൊക്കെ മാറട്ടെ. പിടിക്ക്. ഓ ആകെ ചെയ്യണം പണിയാണ്. ചെയ്
ഈ നനച്ചാൽ ഉണങ്ങിയിട്ടില്ല. അങ്ങനെ ആർജ പണിയെടുത്തിരിക്കുന്നു ഗൈസ്. ഫൈനലി സുധി കുക്കിംഗ് തുടങ്ങി ഗൈസ്. കുക്കിംഗ് നമ്മുടെ മുട്ട ചിക്കാനുള്ള പ്ലാനിലാണ്. ചീര എണ്ണ എന്തൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതോത്ര ഉപ്പും ഉള്ളി വെച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചീര എണ്ണ ഉപ്പ് മാത്രം ഇട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ കുറച്ചുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. തീ ആളെ കത്തുണ്ട്. ഇങ്ങനെയാണ് മിക്കവാറും നമ്മൾ കരി ആയിരിക്കും കഴിക്കുക. മിക്കവാറും കരി ആവാൻ ചാൻസ് മിക്കവാറും നോക്കാം. ദേവച്ചീര കണ്ടത്, കരിഞ്ചീര കണ്ടിട്ടില്ലല്ലോ. കരിഞ്ചീര മിക്കവാറും ഒന്ന് കാണാം. ഫൈനലി ഗൈസ് മുട്ട ഇട്ടിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം വെച്ചാൽ അടുപ്പിൽ കുടിക്കാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിനോ കഴിക്കാം. നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോണ്. റൂമിൽ പോയി ഇരിക്കുന്നില്ല. കാരണം മഴ പെയ്യുമ്പോൾ ഉറപ്പാട് മഴ ആസ്വദിച്ചിരുന്ന് കഴിക്കാമല്ലോ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മേഘമൊക്കെ ഇരുണ്ട് കറുത്ത് കൂടി പിന്നെ നന്നായിട്ട് ഇടി പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. മഴ ചാട് പൊടിയുന്നുണ്ട്. അവൾ ഇവിടെ ഇരിക്കാന്ന് വെച്ചു. അങ്ങനെ ഇത് മീൻകറിയും തോരനും ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് മഴ ഇരുട്ട് സുധി ഷട്ട് പിടിക്കാൻ പോകാൻ മൊത്തം ഇരുട്ടായി ശരിക്കും. ഇന്ന് മിക്കവാറും നന്നായിട്ട് കലക്കാട് പോയി. സമയം 2:30 കഴിഞ്ഞിട്ടുള്ളൂ. അധികമായിട്ടില്ല. 2:30 എത്ര മണി കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് 2:45 2:45 3 ആവുന്നുള്ളൂ. എൻ്റെ ഫോണിൽ സിനിമ കൊണ്ടിരിക്കരുത്. 2:45 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും ഇരുട്ട് ഫുള്ളും കയറി. വൈകിട്ട് 7 മണിക്കുള്ളിൽ ഇരുട്ടായി. അപ്പം മിക്കവാറും മഴ നന്നായിട്ട് പെയ്യും അല്ലേ. ഇത് ഭക്ഷണത്തിന് കുടിക്കാമല്ലേ നമുക്ക്. മഴ പെയ്യുന്നുണ്ട്. മഴ എവിടെ ഇരച്ച് പെയ്ത് വരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി ചട്ടി പിടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. കറക്റ്റ് സമയത്ത് കിച്ചൊന്ന് ഗൈസ് അവൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അവൻ നമ്മൾ ഓൾറെഡി ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അവൻ കഴിച്ചോളത്. പിന്നെ കിച്ചു ബാക്കി ശ്രുതി കുറച്ചുകൂടി ചോറ് കൊടുക്കും അല്ലേ. അപ്പോൾ ചോറ് തീർന്നു. നമ്മുടെ അങ്ങനെ കിച്ചുകൂടെ ചോറ് സെറ്റാക്കിയിട്ട് ശ്രുതി കഴിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നോക്കാം. നമ്മൾ അവനെ പ്രതീക്ഷിച്ചിരുന്നത് ഓൾറെഡി. അവൻ പ്രതീക്ഷ നമ്മൾ ഓൾറെഡി അവൻ പ്ലേറ്റ് ചോറ് മാറ്റി വെച്ചത്. അവൻ കണ്ടോട് വന്നിട്ടുണ്ട് അല്ലേ. പിടിയുള്ളത് അവനാണ്. തക്കാളി നീന്നാറിയില്ല. പിന്നടേ കഴിക്ക്. സ്വന്തം പ്ലേറ്റ് നോക്കി കഴിക്കൂടാ. നീ എന്തിനാ ഇങ്ങനെ ചൂടുണ്ടോ? വലിയ ചൂടൊന്നുമില്ല. കയ്യിൽ കരിയാണോ വൈകിട്ട് വെച്ചാൽ പോലെ ബാക്കി എടുത്തു വെക്കാലോ. നീ അവിടെ പോ. ചോറ് ഇവിടെ അവൻ കഴിക്കും. അത് കഴിച്ചോണ്ടിരിക്കാൻ അവൻ മുള്ള. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവൻ പുറത്തിരിക്കില്ല. അത് കാരണം ഇവന് ഞാൻ അമ്മാവനെ അകത്തോട്ട് സ്വീകരിക്കണം. വാ കഴിക്കുവാ. സൂര്യ നേരെ അടപ്പിനെ അങ്ങോട്ട് പോകും. കണ്ട ഭയങ്കര ബുദ്ധിയുള്ള. കിച്ചോട്ട് നയിക്കണ്ട്. സുതി ഇവിടെ നയിക്കണ്ട്. ഞാൻ ഇവിടെ നയിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇതാണ് അപ്പു. ഇവനെ മറ്റേ പന്നി കുത്തിയാണ്. ഇവനാണ് പന്നി കുത്തിയത്. പിന്നെ അതിനുശേഷം പേടുത്തോണ്ടതായി. കിച്ചുവിന് അതിന് വലിയ പേടുത്തോണ്ടായതുകൊണ്ട് ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. കിച്ചുവിനൊന്നും ചെയ്യൂല. കിച്ചുവൊക്കെ ഓടിച്ച് അവിടെയാ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പാത്രം കൈ വെച്ച് കഴിഞ്ഞു. ഇനി ബക്കറ്റ് വെള്ളം പോയി കുളിച്ച് ഫ്രഷായി വരണം. ശ്രുതി കുളിച്ചു. ശ്രുതി ഇവിടെ നിന്ന് വെള്ളം ചൂട് വെച്ച് കൊടുത്ത് കുടിച്ചു. അപ്പോൾ അവിടെ അപ്പവും കിച്ചും കൂടെ അടിയായിരുന്നു. ഒരു കല്ലെടുത്ത് അപ്പു പോയിക്കോളും. കല്ലെടുത്ത് കിച്ചുവിന്റെ പാത്രത്തിൽ ചോറ് ഞാൻ അപ്പൂന് കൊടുത്തു.
അവൻ്റെ പാത്രത്തിൽ ഇച്ചിരി വെള്ളവും വെച്ചു. കാരണം അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. മറ്റേ ചൂട് വെള്ളം വെച്ച് കൊടുത്തായിരുന്നു. ഇത് കിച്ചുവിന് വേണ്ടിയിട്ട് അപ്പൂന് പേടിയ കേസതിന് ശേഷം പിന്നെ അപ്പവും പന്നി കുത്തിയതിന് ശേഷം അനുഭവം വേറെ കലിപ്പ സീനായിരുന്നു. അന്നൊക്കെ കിച്ചു പോയിരുന്ന കിച്ചുവിന്റെ കാര്യം തീരുമാനമായേനെ. ഇപ്പൊ അവൻ പേടിയാവുള്ള നല്ല താങ്ങ് കിട്ടും. ആ പക്ഷെ അവനാ പന്നി കുത്തിയതുണ്ട്. കിച്ചു മണ്ണൊക്കെ മാന്തി ദൂരെ എറിയിടും. മൂത്രമൊഴിച്ച അതെ, ചീത്ത വിളിക്കരുത്. ഇത് എന്റെ ഏരിയ. നമുക്കെന്താ പോയി കുളിച്ചിട്ട് വരാൻ കഴിച്ചു. ഇറങ്ങി നല്ല കോളിറങ്ങിയിട്ടുണ്ട്. മഴ പെയ്തിന്റെ ഒരു മഴ പെയ്ത് പോയി. ഇനി മഴ പെയ്യുന്ന സ്തുതി പറഞ്ഞത് നന്നായിട്ട് കോളിറങ്ങിയിട്ടുണ്ട്. തെളിഞ്ഞു വരുന്നുണ്ട്. പൈസിലാണ് മഴ. കുളിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കണം. തലയൊക്കെ കൈയിട്ട് വൃത്തിയായിട്ട് വരണം. ഫ്രഷായിട്ട് വരണം. നമുക്ക് പോയിട്ട് ഞാൻ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. ചെവിയൊക്കെ വൃത്തിയാക്കും മീൻസ് വെള്ളം കയറും. എന്റെ കുളി എനിക്ക് വെള്ളം പേടിയാണ്. ഞാൻ കുഞ്ഞ കുളി കുളിക്കും. അല്ലെങ്കിൽ നീ വെള്ളത്തിൽ കണ്ട ഓടുമല്ല. അവള് വെള്ളം കണ്ട ഓടും കേസ് കുളിക്കൂല. ഇന്നെന്തോ വായത്തിന് കുളിച്ച് അതും ചൂടുവെള്ളം വെച്ചുകൊണ്ട് കുളിച്ചാലേ കുളിക്കൂല. നമുക്കെന്താ ഞാൻ താഴെ പച്ചത്ത് കുളിക്കണം. നമുക്ക് താഴെ കുളിച്ചിട്ട് വരാം. കറിവേപ്പില വാങ്ങാൻ തൂമ്പ് വാങ്ങാൻ തൂമ്പ് വാങ്ങേണ്ട വഴി പണിയെടുത്തിരിക്കുക. ഇതൊക്കെ ശരിക്കും പകലുള്ള ചെയ്യണ പണിയാണ്. കുളിച്ചിട്ട് വന്നിട്ട് എല്ലാം കൂടെ ഇപ്പോൾ വന്നിട്ട് വേർത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും മണ്ടത്തെയാണ് കൈസ്. ഇതൊക്കെ കുളിക്കുമ്പോൾ ചെയ്യണത്. മഴ സമയത്ത് കുളിച്ചിട്ടാണ് ചെയ്യണത്. തൂമ്പ അവർ താഴെ കരിവേപ്പില ഇടാൻ വെച്ചിട്ട് നോക്കിക്കാണ്. ആളുടെ കഥയും പോയി പറഞ്ഞിരിക്കുക ഞാൻ വിചാരിച്ചിരിക്കണത്. നിനക്ക് എവിടെ നീ എപ്പോൾ നിങ്ങൾ കഥയും പറഞ്ഞിരിപ്പല്ലേ എവിടെ പോയാലും പെട്ടെന്ന് വരണേ. എനിക്ക് നിന്നെപ്പോലെ ഒരുപാട് ശിവൊന്നും കേൾക്കുക. മനസ്സിലാക്കോ? മനസ്സിലായോ? എനിക്ക് നിന്നെപ്പോലെ ഒരുപാട് ശിവൊന്നും കേൾക്കാൻ പാടില്ല. അത് മനസ്സിലാക്കും. വയസ്സ് 30. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നടന്ന് എനിക്കറിയാൻ പാടില്ല. അവിടേക്ക് നോക്കാം. കരിവേപ്പില ഇടുന്നത് അങ്ങനെ കുഴി കിടന്ന് പോകുന്നത്. കരിവേപ്പിലാണ്. മുളകാണോ? മുളകിൻ്റെ ഒരു തൈയുണ്ട്. ഒരു കരിവേപ്പിലുണ്ട്. ഇത് മിക്കവാറും കരിവേപ്പിലാണ്. എനിക്ക് നല്ല കറുത്ത മണ്ണാണ്. അപ്പോൾ കരിവേപ്പില നട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പൊടിച്ച് വരും. അപ്പോൾ അതിനുള്ള പരിപാടി സുതി കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. കരിവേപ്പില ഇന്നലെ ചേച്ചി വീട്ടിൽ പറഞ്ഞ നട്ടായിരുന്നു. അപ്പോൾ ബാക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ളായിരുന്നു. അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടണം. ഇത് ശരിക്കും ഇന്നലെ നടാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നലെ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ നടാമെന്ന് വിചാരിച്ചാൽ പക്ഷേ രാവിലെ പറ്റിയില്ല. പിന്നെ മഴയൊക്കെ പെയ്ത മണ്ണൊക്കെ കുതിർന്നിരിക്കില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇപ്പോൾ തന്നെ നട്ടേക്കാന്ന് വെച്ചു. ഒരുപാട് ലേറ്റാക്കാണെന്ന് വെച്ചു. ആരും മതി. ചെറിയ തയ്യല്ലേ. എന്നാൽ മുളക് വേണം. നമ്മളെ കരിവേപ്പില നട്ട് കേസ് കരിവേപ്പില നട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളെ മുളക് നട്ടിട്ടുണ്ട്. മുളക് വലിയ മുളകാണ്. നമ്മൾ കാട്ടി കുറച്ചോളാണ്. മുളക് നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. തടം വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. ഞാൻ കഴിച്ച് വെള്ളം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെള്ളം സുഖം വന്നത്. കാരണം ഞാൻ നട്ടാൽ ചീരൊന്നും ചീഞ്ഞിട്ടില്ല. പച്ചയായിട്ടുണ്ട്. ചീര തളർത്തു. അപ്പോൾ എല്ലാം തളർത്തുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. മതി. ആ ചീര ഓക്കെയാണ്. ഒന്നും ചെയ്യണ്ട. അത് തന്നെ ഒന്നും പറയാം. ചീര കുത്തി തടുക്കാൻ സുഖമാണത്. മതി ഫുൾ ഓടിച്ച് നശിപ്പിക്കണ്ട. ആചനെ കൊണ്ട് നടയാണ്. മതി ചീര ഞാൻ തന്നെ ഇട്ടോ. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ ചകിരിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ അവിടെ കൂടോത്രം ചെയ്തു. ആദ്യം ഇവിടെ നടക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് ഓടിച്ചു ഇതൊക്കെ. ഇടത് കൈ അവിടെ. രണ്ട് കൈ ഉപയോഗിച്ച് നട്. ഓടിച്ച് നട് ബേബി. ആദ്യം പണിയെടുക്കണുണ്ടോ? വെറും മടിയനാണ്. ഓഹോ, ചെടിയുടെ മണ്ടേക്കൂടെ പോയി വീഴുവാ. ഒരു ചെടി നടുന്ന അപാകതയാണ് ഈ കാണുന്നത്. വേണ്ട, ഇനിയും കിടക്കണം. അത് ഒടിച്ചോയി. ഇതോ കാലിൻ്റെ ചോട്ടിൽ വേണ്ട, അവിടെ ഉണ്ട്. അതൊന്നും ഒടിച്ചോയി. അത്രയും വേണ്ട. അത്രയും സ്പേസ് ഉണ്ടാക്കി തന്നത് അവിടം വരെ വെക്കാനാണ് വട്ടത്തിന്. ഞാൻ മണ്ണ് വെട്ടിട്ട് പിന്നെ ഞാൻ ഫ്രഷ് അല്ലാതെ ചെയ്തു.
പറയൂ എന്താണ് സംഭവം സെറ്റാണ്. ഇനി ഇത് കാട് പോലെ വളരണം, സംശയമില്ല. അതിന് ആര് ഗ്യാരണ്ടി? ഇതിന് കാട് പോലെ വളരാൻ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, പരിപാടി കഴിഞ്ഞ എൻ്റെ ചെടിയൊക്കെ നട്ടേ. ഞാൻ എന്നാൽ ഇനിയും കാട്ടി പോയി ഞാൻ തപ്പും തയ്യൊക്കെ ഉണ്ടാകും. കുറച്ച് കാശൊക്കെ സെറ്റ് കുറച്ച് തയ്യക്കമായിട്ട് പലരും പക്ഷെ ഇവിടെ കുത്താൻ അധികം പറ്റൂല കേട്ടോ, കല്ലാണ് എന്തോരം കല്ലിന് അവിടെ കണ്ട അവിടെ ആ കാണുന്ന സ്ഥലം ഞാൻ JCB ഇറക്കി ശരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ എത്ര രൂപയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇറ്റാച്ച് അല്ലെങ്കിൽ ചെടിയൊക്കെ നടാനുള്ള നമ്മളിനി പോയിട്ട് കൈയും കാലം പ്രത്യേകം കഴിവട്ടെ, നല്ല സാധനം തിരിച്ചേൽപ്പിക്കണം. നഖത്തിലൊക്കെ ചെളി കയറിയിട്ടുണ്ട്, മണ്ണ്. ഓ മൈ ഗോഡ്, എന്റെ ചന്ദനം പോയിട്ടില്ല. ചിലപ്പം ഞാൻ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വേണ്ടി രാവിലെ ഇട്ടാ എന്നാലും ഒന്നും കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ഒന്നും കൊടുക്കാനില്ലടേ, ഞാൻ തരത്തില്ല. വേണമെന്ന് പറഞ്ഞാൽ തരൂല. വായിൽ വെള്ളം ഇങ്ങനെ ഊറിയിട്ട് വീണാലും തരൂല. മഴ പെയ്യാണെങ്കിൽ ആർജ് എൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഒരു ചായ കുടിച്ചക്കൊള്ളാം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അതിനെ ഇന്നും മഴ പെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കോ. ആകാശം തെളി നന്നായിട്ട്. ഡേഞ്ചർ എന്ന് പറയാം, നല്ല വഴിയൊക്കെ തന്നെയാണ്. ആദ്യം നടക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. ഓ, ഇത് പരുത്തിക്കുഴിയിലെ ശബരിമല. സ്പിരിറ്റ് പണ്ട് സ്പിരിറ്റ് കിടന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൈയും കളി കഴിവാം ഗൈസ്. നമ്മുടെ ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് കണ്ട മലയൊക്കെ അങ്ങറ്റത്ത് മല ബ്ലൂ കളറായി. ഇവിടെ മാത്രം ഇങ്ങനെ ഇരുണ്ടിച്ചിരുന്നു. ഇപ്പോൾ സന്ധ്യാവാറൊക്കെ ആയല്ലോ, അതാണ് ഇങ്ങനെ ക്ലൈമറ്റിങ്ങോട്ട് ഇങ്ങനെ കണ്ടോ. ആദ്യം കൈകാര്യം കഴിവൂ. സ്വന്തമായിട്ട് ഇന്ന് വെട്ടോ. സുതി വെട്ടും. അപ്പം ഗൈസ് പുറത്ത് നല്ല മഴയാണ്. ഫുഡൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചൂടാക്കിയാൽ എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മടിച്ചിട്ട് നിങ്ങളിത് കാണുന്നുണ്ടോ? ഭയങ്കര മഴയെന്ന് വെച്ചാൽ അന്യായ മഴ എന്താ മഴ അങ്ങോട്ട് പെയ്ത് തകർക്കരുത്. മണി ഇപ്പം 3 ആയതേ ഉള്ളൂ. ഭയങ്കര മഴ, നല്ല കാറ്റ് കണ്ടോ. കോടമഞ്ഞൊക്കെ ഇറങ്ങിയതിൻ്റെ ഇടയിൽ പൊളിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചതൊക്കെ മാറ്റി വെച്ച് ഇനി പാത്രം കഴുകാനുണ്ട്. പാത്രം കഴുകണമെങ്കിൽ താഴെ വെള്ളം എടുക്കണം. ബക്കറ്റ് കാലിയാണ്. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട് കഴിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മളുടെ റുട്ടീനാണ്. ഇനി ഒന്നും പരിപാടിയില്ല, വേറെ നമ്മളെ ഫുഡ് റെഡിയാ കഴിഞ്ഞു. ശ്രുതി കാലിൽ നേമ്പട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ചെടിയും പിന്നെ നടലും പിന്നെ എല്ലാം കഴിഞ്ഞ് മമ്മട്ടിയെ കഴുകി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ശ്രുതി പറഞ്ഞു ശ്രുതിക്കുന്ന മോളിൽ ഇനിയും കയറാൻ വയ്യാന്ന് പറയുന്നത്. അപ്പോൾ നാളെ കൊണ്ടേ കൊടുക്കാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ പോവാം. അപ്പോൾ അതാണ് കിട്ടുന്നത്. എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ ഞങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോഗ് മൈൻഡപ്പ് ചെയ്യാൻ മിക്കവാറും. ഇനി എന്തിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ കാണിക്കാമല്ല. നോക്കട്ടെ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്യായിരിക്കും ചിലപ്പോൾ. ഫൈനലി കഴിച്ച് നമ്മൾ ഡേ മൈ ലൈഫ് തീരണം. ഏകദേശം സമയം സമയം 21:11 കിട്ടുന്നില്ലേ? ശരിക്കും കറണ്ട് ഇല്ല. ഞങ്ങൾ കാണിച്ചു തരാം സാധനം കേട്ടോ. ഈ സാധനമാണ് ഇവിടെ ഇരുന്നിട്ട് പ്രകാശം തരുന്നത്. ശരിക്കും സൈക്കിൾ വെക്കണേണ്. ഞാനൊരു അബദ്ധത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റ തപ്പിക്കൊണ്ടിരുന്നു. അപ്പൊ എന്തോ ഒരു പരസ്യം കണ്ട് ലിങ്ക് കയറി തപ്പിയതാണ്. പക്ഷെ ആ സമയത്ത് ഈ സാധനം ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടി ഒരു ഞെക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഞെങ്ങും, എന്നിട്ട് വീണ്ടും ഓഫാക്കി ഓണാക്കുമ്പോ വെട്ടം വീണ്ടും വരും. സിനിമ കണ്ടില്ല, ചുമ്മാ നോണ പറയണേ. എന്നെ പറ്റിച്ച് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ ഒരു 1.5 മണിക്കൂറാണ് എന്റെ ഫോൺ ഇന്നത്തെ ദിവസം ഞാൻ എന്റെ കൈ യൂസ് ചെയ്തത്. 1.5 മണിക്കൂർ ഉച്ചയ്ക്കൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ ഉറങ്ങിയപ്പോഴാണ് ലോണുകാർ വന്ന് എന്നെ പൊക്കിയത്. അപ്പോഴും എന്നെ ഇട്ടിട്ട് എസ്കേപ്പ് ആയി ഗൈസ്. ഞാൻ നോക്കുമ്പോ എന്റെ കെട്ടിയവൻ ഇവിടെ കാണാനില്ല. ഞാൻ കെട്ടിയത് അപ്പോഴും
നോക്കുമ്പോ അങ്ങ് താഴെ പോയി നിൽക്കാണ്. വെറും കള്ളനാണ്. ഉടായിപ്പിന്റെ ഉസ്താദ്, സ്വന്തം ബാലിന് ഉറ്റു കൊടുത്ത യൂദാസ്, RJ യൂദാസ്. സത്യം ഞാൻ പേടിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വാതിൽ തുറന്നു കിടക്കണ്, ഈ വാതിൽ തുറന്നു കിടക്കുന്നു, പുറത്തൊരു ചെക്കൻ വന്നിരുന്ന് വിളിക്കുന്നു, ലോണിന്റെ ആളാണെന്ന് പറയുന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ചേട്ടനെ, ഞാൻ പറഞ്ഞു ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ കസേര മാത്രമുണ്ട്, ആളിൽ തലങ്ങണിയുണ്ട്. ഒരുമാതിരി മുങ്ങൽ വിദഗ്ധനാണ് ആടെടുത്തത് കൂടെ. അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. മമ്മി ഇതിനു മുമ്പും ഇവിടുത്തെ മലയും കാടും ഒക്കെ കണ്ടതൊക്കെ തന്നെ, ചുമ്മാ ഒരു പേരും പറഞ്ഞ് ആയിക്കോട്ടെ ശരി. നനച്ചിട്ട തുണിയിൽ വന്ന് കണ്ണും മൂക്കും തുടച്ചിട്ട് ഇതേ അഴുക്കാക്കി. പിന്നെ നമ്മളിപ്പോ ബ്ലോഗ് വരെയൊക്കെ തീർന്നിട്ട് നമ്മളിപ്പോ പരിപാടികൾ ഇനിയിപ്പോ പോയി മെഡിസിൻ കഴിക്കാൻ, വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ സമയം മുമ്പായി നമ്മൾ മാക്സിമം 10 മണി നമുക്ക് മാക്സിമം എല്ലാ ദിവസം മാക്സിമം 10 മണി അതിന് പോകും. ഞാൻ 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ ഉറങ്ങും. ഞാൻ ഇപ്പം കിടന്ന ഞാനാണ്, ഉറങ്ങാനൊരു ടെൻഡൻസി ഉണ്ടാക്കി വിടുന്ന ഞാനാണ്. അതിന്റെ ഇടയിലാണ് ചാർജ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നൈസ് മേടിച്ചു വന്നതാണ്. ഇപ്പൊ എന്റെ ഈ വെട്ടത്തിന്റെ വെടിക്കെട്ട് തീരാറായി. പെട്ടെന്ന് അടുത്ത വീഡിയോ കാണുന്നത് ബൈ ഫ്രം RJ ഗൈസ്. വീണ്ടും ഒരു ഡേ മൈ ലൈഫ് ഫ്ലോ ആയിട്ടോ അല്ല എന്തിനൊക്കെ ഫ്ലോ ആയിട്ടോ കാണാം. നമ്മുടെ ലൈഫിൽ ഇവിടുത്തെ വില്ലേജ് ഇതൊക്കെ അവസ്ഥ. ബാക്ക്ഗ്രൗണ്ട് കാണും, ബാക്ക്ഗ്രൗണ്ട് ഇത് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. മുകളിലെ വീട്ടിൽ പോലും ഇമാതിരി വെട്ടം ഇല്ല. നമ്മള് ഇവിടെ ഈ വെട്ടം കാരണം ഞങ്ങളുടെ അടുത്ത് ഒരു സമയത്ത് നമുക്ക് കണ്ടില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇത് ഇതാക്കിയതാണ്, ഇതൊരു ടോർച്ച്. അത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടോളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കി ഇപ്പൊ ഈ കരണ്ട സമയത്തും വെളിച്ചം എന്ന് പറയാൻ ചെറിയ ടോർച്ചിനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വിളിച്ച താമസം കാണുമ്പോൾ എനിക്ക് വയ്യ ബ്ലോഗ് വൈകിയ സമയത്ത് കണ്ടു വന്നു. നമ്മൾ എന്ത് ഇതാണ് കരണ്ടൊക്കെ വന്ന അപ്പോൾ കണ്ടു വന്ന് ബ്ലോഗ് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇനി നോക്കി ഇങ്ങോട്ട് ചിരിക്കാം ബാഗോട് നമ്മളെ എന്റെ പട്ടിയുടെ പാത്രമൊക്കെ ചവിട്ടും നോക്കണം. ബോധമില്ലാത്തവനാണ് കണ്ടോ കണ്ടോ. നടക്കണ വഴിയൊന്നുമല്ല, ആ സാധനം ഞാൻ അടച്ചു വെച്ചത് ആ സാധനത്തിലാണ് ചെയ്തത്. അപ്പൊ ഈ ബാഗ് കൊണ്ട് കാണും നമ്മുടെ കാറാണ്. കാർ ഫുൾ വെട്ടമില്ലാത്ത ഇരിക്കും. അവിടെ നിന്ന് വിളിച്ചാൽ മാത്രം നമുക്ക് പൈസ ഒന്നുമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ടോ? അതാണ് ഇവിടെ ഉള്ള ഏക വീട്. അയൽവക്കത്ത് അവിടെയാണ് ഞങ്ങൾക്കുള്ള അയൽവക്കം. നടത്തുന്നില്ല. ഈ 2 ബൾബ് ഉപയോഗിച്ചാൽ കറണ്ട് 230 വന്ന് ഞാൻ ഈ കാർ ഫുൾ കത്തിക്കാൻ നോക്കിയാൽ മിക്കവാറും നമ്മളിവിടെ പിച്ചക്കാരായി ഞങ്ങളുടെ ഒരു മക്കളെ വെച്ച് കിട്ടും കറണ്ട് മാസം ബില്ല്. അപ്പൊ എങ്കിലും അടുത്തൂടെ കാണാം ഗൈസ്. താമസമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ലിങ്ക് ഒക്കെ ഉണ്ടായി കയറി സുധീർ അക്കൗണ്ടും കിട്ടും. ഞങ്ങളുടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ കൊളാബറേഷൻ ചെയ്തിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാളുടെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് താമസം കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.